ഇതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോവിഡ് കാലം കഴിഞ്ഞതാണ്. ടീനേജിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളാണ് 2-3 വർഷം പുറവ് ലോകവുമായിട്ടൊരു ബന്ധവുമില്ലാതിരുന്നത്. നമ്മുടെ സാധാരണഗതിയിലുള്ളൊരു ബോധ്യം എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ കുറച്ച് ഫ്രീ ആകും എന്നുള്ളതാണ്. ആ കാലത്ത് ഒരു 2-3 വർഷം അടച്ചിരുന്ന കുട്ടികൾ, ഈ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അടച്ചിരുന്ന കുട്ടികൾക്കാകെ അവരുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്താനുള്ള ഒരേ ഒരു സാധ്യത എന്ന് പറയുന്നത് സൈബർ ഇടങ്ങളായിരുന്നു. അവിടെ ഈ പറയുന്ന നേരത്തെ ജിതിൻ ഇടവേളയിൽ പറയായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു വൈബ് എന്ന നിലയ്ക്ക് കൂട്ടുകൂടുന്ന ആളുകൾ, അതിപ്പോൾ കുറച്ച് വയലൻസ് ആണ് എങ്കിൽ അതിലൊരാൾ പോലും തിരുത്തുന്നില്ല. എവിടെയെങ്കിലും പൊയ്ക്കളയാമെന്നൊരു ചിന്തയാണെങ്കിൽ അങ്ങനെ പോയാൽ മാതാപിതാക്കൾ വിഷമിക്കില്ലേ എന്ന് ഒരാൾ പോലും തിരിച്ചു ചോദിക്കുന്നില്ല. ആ രീതിക്ക് ഐക്യപ്പെട്ട് മുന്നോട്ട് പോവുകയും ഒരു പ്രത്യേക ലോകം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത് കുഞ്ഞുങ്ങൾ പോയാൽ അതിലേക്ക് എങ്ങനെയാണ് നമുക്ക് എൻട്രി? പറഞ്ഞല്ലേ തിരുത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറഞ്ഞല്ലേ ഇതല്ല വഴി എന്ന് പറയാൻ കഴിയുള്ളൂ. അവിടേക്ക് നമുക്ക് എൻട്രി ഇല്ലല്ലോ. തീർച്ചയായും മാധു, ഈ ചർച്ചയിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. എനിക്ക് 4 മാസം മാത്രം പ്രായമുള്ളൊരു കൈക്കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ. അപ്പോൾ ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇവൻ്റെ ചിന്താഗതികൾ, ഇവൻ ഏത് ലോകത്തായിരിക്കും ജീവിക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും, ഹിന്ദി പഠിപ്പിക്കും, എല്ലാ ഭാഷകളും ലാംഗ്വേജസ് സിലബസിൻ്റെ ഭാഗമായിട്ടുണ്ട്, സയൻസ് പഠിക്കുന്നു. പക്ഷേ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിർഭാഗ്യവശാൽ നമ്മളെ പഠിപ്പിക്കാറില്ല. ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തേണ്ടത്, പാരൻറ്റിങ്, ഇതൊക്കെ നാച്ചുറൽ ഇന്നലകളിലോ മെനിഞ്ഞാന്നുകളിലോ അങ്ങനെയൊന്നും പഠിച്ചിട്ടല്ല നമ്മുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒക്കെ നമ്മളെ വളർത്തിയത്. പക്ഷേ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു ലോകത്ത്, ടെക്നോളജി ഡ്രിവണായിട്ട് പോകുന്ന ഒരു ലോകത്ത്, ഓരോ നിമിഷവും സാങ്കേതിക വിദ്യ അഡ്വാൻസ്ഡായി മാറുന്നൊരു ലോകത്ത്, അതിൻ്റെ സ്പീഡിനൊപ്പം പലപ്പോഴും പേരൻസ് എന്നുള്ള നിലയിൽ നമുക്ക് ഓടിയെത്തുന്നതിന് പരിമിതികളുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ എങ്ങനെയാണ് ഒരു നല്ല പേരൻറ്റിങ്, നമുക്ക് എങ്ങനെ ഒരു നല്ല പേരൻ്റ് ആവാം? നമ്മളൊരു ആയുഷ്കാലം ജീവിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോവുക, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലുമൊക്കെ ഊരാക്കുടുക്കുകളിൽ ചെന്ന് പെട്ടുപോവുക, അവരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് ചെന്ന് വീഴുക എന്ന് പറയുന്ന നമ്മളൊരു പരാജയപ്പെട്ട പേരൻ്റ് അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ അത്തരത്തിൽ പാരൻറ്റിങ്, നല്ലൊരു പാരൻ്റ് ആവാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആർക്കും ഒരു ക്ലാസ്സോ ട്രെയിനിങ്ങോ ഒരു സെഷൻ പോലും ജീവിതത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയൊരു പരിധിവരെ ഞാൻ വിചാരിക്കുന്നു അത്തരത്തിലൊരു ഗൈഡൻസ് നമ്മുടെ പേരൻസിന് ആവശ്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ആധുനിക ലോകത്ത്. കുറേയൊക്കെ അത്തരത്തിലുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ സെഷൻസോ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ 1% ചേഞ്ച് വരുത്താൻ സാധിക്കുമെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. ഈ കോവിഡ് കാലത്ത് അടഞ്ഞുകിടന്ന ലോകത്തെ കുഞ്ഞുങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഈ കോവിഡ് വരുന്നതിന് മുമ്പും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ പ്രശസ്തമായിട്ടുള്ള ചില സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പോകുന്ന കുട്ടികൾ മറ്റൊരു രീതിയിലാണ് എങ്കിൽ പോലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇത് കൂടുതൽ ചർച്ച ചെയ്യുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇൻസിഡൻസ് മേ ബി കുറച്ചധികം ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ വർദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് നിങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ്. നിങ്ങൾ നല്ല രീതിക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകം തന്നെ ഇല്ലാതായി പോകുന്ന, അതാണ് നമ്മൾ പേരൻസ് എന്നുള്ളത്. നമ്മൾ എത്ര പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ? പല സ്ഥലങ്ങളിലും പാരൻസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന വഴിയിൽ കുഞ്ഞുങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ എറിയുകയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ വീട്ടിലൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരല്പം മുതിർന്ന ഒരു ടീനേജൊക്കെ ആയ കുഞ്ഞാണെങ്കിൽ വീട്ടിലെ സാമ്പത്തിക ഇവിടെ ഇപ്പോൾ ഒരു വന്നിരുന്ന അച്ഛൻ പറഞ്ഞു, ഞാൻ വളരെ അധികം ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പരാധീനതകളിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്.
ആ പരാധീനതകളുടെ സംഘർഷം ഒരുപക്ഷെ ഈ കുഞ്ഞിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ ഇതാണ്, ഇതിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളായാലും ബന്ധുക്കളുമായിട്ടുള്ള കാര്യമായാലും അല്ലെങ്കിൽ സൗഹൃദ വലയങ്ങളുടെ കാര്യമായാലും ഒക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളെ തന്നോളം വളർന്നു കഴിഞ്ഞാൽ താൻ എന്ന് കരുതണം എന്ന് മുതിർന്നവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എത്ര കുടുംബങ്ങളിൽ ഒരുമിച്ചിരുന്ന് പേരൻസും കുഞ്ഞുങ്ങളും ഭക്ഷണം കഴിക്കാറുണ്ട്. മാധു, ഞാൻ ഒരു 6-7 വർഷം മുമ്പ് കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു റിയൽ ടൈം സംഭവം, അത് പൊതുസമൂഹം ഇന്ന് ഡ്രഗ്സിനെ കുറിച്ച് വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. 7-8 വർഷം മുമ്പ് ഞാൻ അവതാരകയായിരുന്ന ഒരു പരിപാടിയിൽ ഒരു സൈക്കോളജിസ്റ്റ് വന്നിട്ട് അദ്ദേഹം എന്നോട് പങ്കുവെച്ച് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു സ്റ്റോറി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ കേരളത്തിൽ നടന്നതാണ്. ഒരു അധ്യാപികയായിട്ടുള്ള ഒരു അച്ഛൻ പ്രൊഫഷണലായിട്ടുള്ള 2 പേരൻസിൻ്റെ ഒരു മകള്, ആ കുഞ്ഞിനെ എല്ലാ ദിവസവും ഒരു ഓട്ടോ വന്നാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ മറ്റൊരു സ്ഥലത്ത് ജോലി ആയതുകൊണ്ട് രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും, വൈകി വീട്ടിലെത്തും. അപ്പോൾ ഈ സമയത്ത് ഈ കൊണ്ടുപോകുന്ന ഓട്ടോ ഡ്രൈവറുമായിട്ട് ആ കുഞ്ഞിന് സ്നേഹബന്ധം വളരുകയാണ്. ഈ പേരൻസ് ഇത് അറിയുന്നില്ല. ഈ ഓട്ടോ ഡ്രൈവർ കൊണ്ടുപോകുന്ന ആളൊരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഈ കുഞ്ഞിന് ഡ്രഗ്സ് കൊടുക്കുന്നു. ക്രമേണ അയാൾ ഈ വീട്ടിനുള്ളിലേക്ക്, പേരൻസ് 2 പേരും വീട്ടിൽ വൈകും എത്താനായിട്ട് വരാൻ, ഈ വീട്ടിനകത്ത് കയറുന്നു, ഈ കുഞ്ഞിനെ മിസ്യൂസ് ചെയ്യുന്നു. ഈ പേരൻസ് ഇത് തിരിച്ചറിയുന്ന സമയമാകുമ്പോഴത്തേക്കും അവരുടെ മകള് ഫുള്ളി ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ആ കുഞ്ഞിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം ഇവർ റിയലൈസ് ചെയ്യുമ്പോൾ വൈകി പോവുകയാണ്. എന്നിട്ട് എന്നോട് ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞത്, എൻ്റെ മുന്നിലിരുന്ന അച്ഛനും അമ്മയും കരയാണ്. അമ്മ പറയാണ്, മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ജീവനാണ്, മകൾക്ക് ഏക മകൾ, ഈ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ അച്ഛൻ ജീവിച്ചിട്ടുള്ളത്. ഈ മകള്, അതായത് പേര് ചോദിച്ചു കഴിഞ്ഞാൽ 2, 3, 4 സെക്കൻഡ് കഴിഞ്ഞ് നിർജീവമായിരുന്ന എൻ്റെ പേരിതാണ് എന്ന് പറയുന്ന, ഇവിടെ സൈക്കോളജിസ്റ്റ് ഗസ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരുപാട് കേസുകൾ അവരുടെ മുന്നിൽ എത്തിയിട്ടുണ്ടാവും. 7-8 നിലയ്ക്ക് പരിവർത്തനപ്പെടും വരെയും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. പല ഇല്ല. അതെ, അതാണ് ഞാൻ പറയുന്നത്. എവിടെയാണ് ഇതിന് സൊല്യൂഷൻ? ഈ ഡ്രഗ്സ് കാർന്നു തിന്നു ഒരു പോയിന്റിലാണ് നമ്മൾ അവരെ തിരിച്ചറിയേണ്ടത്, അവരിലുള്ള മാറ്റങ്ങൾ തിരിച്ചറിയേണ്ടത് എന്നുള്ളത് പ്രധാനമാണ്. നമ്മൾ എങ്ങനെ ഞാൻ വരാം വീണ